മിസ് ആണ്. മക്കളെ നമുക്ക് ഓണ എക്സാം എത്തി അല്ലേ? ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ ഓണ എക്സാം ആണ്. നാളെയാണ് നമുക്ക് എക്സാം. സോ നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ മാരത്തോൺ ലൈവിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം കളയാണ്ട് മിസ് ആ ഒരു ക്വസ്റ്റ്യൻ പറയാം. നോക്കിക്കേടാ. ലിസൺ ടു യുവർ ടീച്ചർ, മേക്ക് എ പോസ്റ്റർ അഗൈൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഫസ്റ്റ് ഈ ഫണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് കുറേ മനുഷ്യർ കടലിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയാണ്. അതുകൊണ്ട് കുറേയധികം ജൂലിയുടെ ഫ്രണ്ട്സ് ഒക്കെ മരിച്ചു പോയി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജലമലിനീകരണം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പ്രിപ്പയർ എ പോസ്റ്റർ അഗൈൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നമുക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ചെറിയ ചെറിയ പടങ്ങൾ വരയ്ക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ പടം വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ പടം വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ റെഡ് ഡോട്ടിൽ നമുക്ക് വെട്ടിയിടാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പടങ്ങൾ മിസ്സിൻ്റെ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പടങ്ങൾ വരയ്ക്കുക. എന്നിട്ട് നമ്മളിതാ ചെറിയൊരു മെസ്സേജ് കൊടുക്കുക. എന്ത് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും? സ്റ്റോപ്പ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഹാർംഫുൾ ടു അവർ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മീനിങ് ആയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ മെസ്സേജ് എഴുതുക, പടം വരയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് പോസ്റ്ററായി. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പോസ്റ്റേഴ്സ് നമുക്ക് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷിയാണ് അല്ലേ? പ്ലാസ്റ്റിക് കുടുങ്ങിയിട്ട് അതിന് ഭക്ഷണം കഴിക്കാൻ വയ്യ, ദേഹത്ത് മൊത്തം പ്ലാസ്റ്റിക് കുടുങ്ങിയിരിക്കുകയാണ് അല്ലേ? സോ ഇതുപോലെ മിസ്സിൻ്റെ കുട്ടികൾക്ക് പക്ഷിയുടെ പിക്ചർ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നമ്മൾ നോ പറയുക. സേവ് ദ ലിവിങ് ബീങ്സ്. അങ്ങനെ ജീവജാലങ്ങളെ രക്ഷിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോസ്റ്റ് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് മീനിങ് ഫുൾ ആയിട്ടുള്ള പിക്ചർ. ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള ഈ അക്വാറ്റിക് ആയിട്ടുള്ള എല്ലാ ആനിമൽസിനെയും അല്ലാന്നുണ്ടെങ്കിൽ കടലിലുള്ള ജീവജാലങ്ങളെയും ഈ പ്ലാസ്റ്റിക് നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഴുങ്ങുന്നുണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? സേ നോ ടു പ്ലാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള പടങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളോട് എക്സാമിന് പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.